പല്ലിൻ്റെ നിര ശരിയാക്കാൻ വരുന്നവർ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിര ശരിയാക്കുന്നതിന് പല്ലെടുക്കേണ്ട വരുമോ എന്നുള്ളത്. കാരണം പല്ലെടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം കുട്ടികളാണ് അധികവും പല്ലിൽ കമ്പിയിടാൻ വരിക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവർക്കത് പേടിയുണ്ടാവും. അപ്പോൾ പല്ലിൽ കമ്പിയിടുക എന്നുള്ളത് പല്ല് പറിച്ചെങ്കിൽ മാത്രമേ കമ്പിയിടാൻ പറ്റൂ എന്നില്ല. നമ്മളുടെ ഓരോരുത്തരുടെയും പല്ലിൻ്റെ നിരയുടെ പ്രശ്നങ്ങൾ പലതാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പല്ലെടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ എടുക്കാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ പല്ല് ഭയങ്കര ക്രൗഡിങ് ആയിട്ട്, അതായത് ഒരു പല്ലിൻ്റെ മുകളിൽ മറ്റൊരു പല്ല് കയറിയിരിക്കുക, അല്ലെങ്കിൽ മോണയുടെ മുകളിൽ നിന്നും പല്ല് വരിക, അങ്ങനത്തെയൊക്കെയുള്ളൊരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പല്ലുകളും വായ്ക്കകത്ത് വരുവാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പല്ല് ചിലപ്പോൾ ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പല്ലിൻ്റെ നിര ശരിയാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല്ല് എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ചില കേസുകളിൽ നമുക്ക് വളരെ ചെറിയ ഒരു സ്പേസ് മാത്രമേ ആവശ്യമുള്ളൂവെങ്കിൽ നമുക്ക് പല്ലിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് രാഗി, അതായത് ഇന്റർപ്രോക്സിമൽ സ്ട്രിപ്പിംഗ് എന്ന് പറയും, അത് രാഗിയിട്ട് നമുക്ക് അതിന് നിര ശരിയാക്കാം. അങ്ങനത്തെ കേസിൽ നമുക്ക് പല്ലെടുക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ പല്ലിൻ്റെ ഇടയിൽ ധാരാളം സ്പേസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ കേസിലും പല്ലെടുക്കേണ്ടി വരില്ല. പക്ഷേ പല്ല് ക്രൗഡഡ് ആയിട്ട് വരാൻ സ്ഥലമില്ലാതെ വന്ന കേസുകളിൽ തീർച്ചയായിട്ടും നമുക്ക് പല്ലെടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ പല്ലെടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇൻഫെക്ഷൻ ഉള്ള പല്ലൊന്നും അല്ല എടുക്കുന്നത്, നമ്മുടെ നല്ല പല്ലുകൾ തന്നെയാണ്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പല്ലെടുത്തിട്ട് പല്ലിൻ്റെ നിര ശരിയാക്കാം.